ചിന്നക്കനാലിലെ കാട്ടാനാക്രമണങ്ങളിൽ ഗവൺമെന്റും വനംവകുപ്പും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് രംഗത്ത്. മേഖലയിൽ ജനങ്ങൾക്ക് ജീവിക്കാനാകാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അടിയന്തര നടപടി ഗവൺമെന്റ് സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി രംഗത്ത് വരുമെന്നും കർഷക കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 2 ആളുകളെയാണ് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇന്നലെ ഒരാൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവുമുണ്ടായി. ഇവരിപ്പോഴും തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ആക്രമണം തുടർക്കഥയായിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ വനംവകുപ്പ് തയ്യാറാകുന്നില്ല. വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമുയർത്തുവാനാണ് കർഷക കോൺഗ്രസിന്റെ തീരുമാനം. ചിന്നക്കനാൽ മേഖലയിൽ ഈ സമീപ നാടുകളിൽ 2 പേരെയാണ് ആന ചവിട്ടിക്കൊന്നത്. ഒന്ന് പരിമളവും ഒന്ന് സൗന്ദരരാജും, ഇങ്ങനെ 2 പേരെ ആന ചവിട്ടിക്കൊന്ന സംഭവം നമ്മുടെ ഓർമ്മയിൽ നിന്നും മറയാനായിട്ടുള്ള സമയം ഉണ്ടായിട്ടില്ല. ഈ സമീപ ദിവസങ്ങളിൽ വീണ്ടും ആന ഇറങ്ങി ശല്യം ചെയ്തിട്ടുണ്ട്. അന്ന് നമ്മുടെ വനവകുപ്പ് മന്ത്രിയായിരുന്ന ശശീന്ദ്രൻ പറയുകയുണ്ടായി, ഈ റേഡിയോ കോളർ സ്ഥാപിക്കാത്ത ആനകൾക്ക് റേഡിയോ കോളർ സ്ഥാപിക്കുകയും ഒപ്പം അവിടുത്തെ കർഷകർക്ക് ആവശ്യമായ സംരക്ഷണം നൽകുന്നതാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. എന്നാൽ ഇപ്പോഴും വീണ്ടും ആനയുടെ ശല്യം അവിടെ നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വയനാട്ടിലുണ്ടായതുപോലുള്ള ശക്തമായ പ്രതിഷേധം ഈ സൂര്യനെല്ലി മേഖലയിലും ഉണ്ടാകുന്നുള്ള യാതൊരു കാര്യത്തിലും തർക്കം വേണ്ട. നാട്ടുകാരെ സംഘടിപ്പിച്ച് വരും ദിവസങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിക്കുന്നതിനായുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കർഷക കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.